സർ, യഥാർത്ഥത്തിൽ ബി ജെ പി കേരളത്തിൽ വളരുകയാണോ അതോ തളരുകയാണോ? ബി ജെ പി വളർന്നുകൊണ്ട് തളരുകയാണ് യഥാർത്ഥം. കാരണം അവർ ലോങ് ടൈം ബേസിസിൽ നോക്കിയാൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ വളരും, പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ വളരും. അതിന് വേറെ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നിയമസഭ വരുമ്പോൾ തളരും. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന ഒറ്റ പാർലമെന്റ് മണ്ഡലം എടുത്തു നോക്കിയാൽ ആദ്യം അവർക്ക് ഉണ്ടായിരുന്നത് ഏതാണ്ട് 6% വോട്ടുകളാണ്. അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അവിടെ 11% വോട്ടുകളായി. പിന്നീട് അത് ഒരു മേജർ ജമ്പ് ഉണ്ടായി 28% വരുന്ന വോട്ടുകളിലേക്ക് വന്നു. പിന്നീട് ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അത് 44% വരുന്ന വോട്ടുകളിലേക്ക് എന്ത് ചെയ്തു മാറി. പക്ഷേ ഇതൊന്നും കൊണ്ടിട്ട് ബി ജെ പിക്ക് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ പോലെ പാർലമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ വിജയമുണ്ടാവും, വലിയ നേട്ടമുണ്ടാവും. അതേസമയം നിയമസഭയിലേക്ക് വരുമ്പോൾ ആ നേട്ടം ഉണ്ടാവില്ല. എന്നാൽ അതിനേക്കാൾ സ്ലൈറ്റ്ലി കുറച്ചും കൂടി നേട്ടം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മോഡിക്ക് വലിയൊരു പിന്തുണ കേരളത്തിലും ഉണ്ടോ? മോദിക്ക് വലിയൊരു ഫാൻ ബേസ് കേരളത്തിലുണ്ട്. ഉണ്ടല്ലേ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മറ്റേ റിപ്പോർട്ടർ ചാനലിൽ ഒരു സർവേ നടന്നിരുന്നു. ആ സർവേയിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 32-34% ആളുകൾ മോദി പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൻഡാണ്. അതായത് ഹിന്ദുത്വ ഐഡിയോളജി മാത്രമല്ല, ആദ്യം ഹിന്ദു ഹൃദയ സമ്മട്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം വികസന നായകനായി കൂടി മാറി. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹം വലിയ വികസനം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്ന തോന്നലുകളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പിന്നെ മറ്റ് ഐഡിയോളജികളിലും ബി ജെ പി വളരെ ശക്തിയായി ശ്രമിച്ചുകൊണ്ട് പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പോലും ആ പ്രശ്നമില്ല. കാരണം വെച്ചാൽ വേണമെങ്കിൽ ഒരു പഞ്ചായത്ത് ബി ജെ പിക്ക് പിടിച്ചെടുക്കാം. മനസ്സിലായി? ഇപ്പോൾ മാറനല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് കാസർഗോഡൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ടൊരു പഞ്ചായത്ത് പിടിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം തരത്തിൽ പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനും അപ്പുറത്തേക്ക് ഇത് ഞങ്ങൾക്ക് ഭരണത്തിൽ വരാൻ കഴിയുമെന്ന് പറയുന്ന ഒരു തോന്നൽ ആർക്കുമില്ല. അത് അവകാശപ്പെടാൻ പോലും പറ്റില്ല. അതെനിക്ക് തോന്നുന്നു സംസ്ഥാന നേതാക്കളുടെ ദൗർബല്യമാണ്. സംസ്ഥാന നേതാക്കളുടെ ദൗർബല്യമില്ല, അങ്ങനെ ഗ്രാജുവലി വളരാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ കാര്യം, സംസ്ഥാന നേതാക്കന്മാരുടെയും വലിയ ദൗർബല്യമുണ്ട്. എന്ന് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം മറ്റേ വളരാത്ത സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, അത്രയും ഒരു കരിസ്മയുള്ള ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറയുന്ന, വേണമെങ്കിൽ മുഖ്യമന്ത്രി ആയിത്തീരണമെന്ന് ജനം ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെ ഒരു ലോക്കൽ ലെവൽ മാനേജേഴ്സിന് ഇവിടെ വളർത്തിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക്. അത് യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല കേട്ടോ, നിരവധി സ്റ്റേറ്റുകളിൽ ബി ജെ പി അത്തരത്തിലുള്ള ക്രൈസിസ് നേരിടുന്നുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ യെദ്യൂരപ്പ കഴിഞ്ഞാൽ അങ്ങനെ വേറൊരാളില്ല ബി ജെ പിക്ക്. മനസ്സിലായോ? യെദ്യൂരപ്പ പോയപ്പോൾ അതുകൊണ്ടാണ് വലിയ ഡാമേജ് ഉണ്ടായത്. അപ്പൊ അത്തരത്തിൽ വീണ്ടും തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അല്ല, തിരിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് മോശമായി ഭരിക്കുമ്പോഴാണ് തിരിച്ചു വരാൻ പറ്റുന്നത്. പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് അത് ബി ജെ പിയുടെ വിജയം. ബി ജെ പി യഥാർത്ഥത്തിൽ കർണാടകത്തിലുള്ള ബി ജെ പി നമുക്ക് ബി ജെ പി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബൊമ്മയടക്കമുള്ള നിരവധി ആളുകൾ വന്നു കയറിയിട്ടുള്ള ഒരു പാർട്ടി. അവിടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ പിടുത്തമൊന്നുമില്ല. കാരണം അഴിമതിയും അവരുടെ തന്നിഷ്ടപ്രകാരവും കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നേതാവിനെ ഉണ്ടായിട്ടില്ല. പി എസ് ശ്രീധരൻപിള്ളയും കുമ്മനം രാജശേഖരനെയും RSSൽ നിന്നുള്ള ആളുകളെയും ഏറ്റവും ഒടുവിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ വരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ പോലും ഇതിനകത്ത് ദാരുണമായി പരാജയപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്കൽ ബോഡിയിലേക്ക് കിട്ടിയിട്ടുള്ള 14.97 വോട്ടുകളിൽ നിന്ന് എത്രത്തോളം കൂട്ടുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ കുറയാനേ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നേമത്തെങ്കിലും ജയിക്കണം. നേമത്തും അതുപോലെ കഴക്കൂട്ടത്തുമാണ് ജയിക്കാൻ സാധ്യത. ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി സാധ്യത കഴക്കൂട്ടത്തുണ്ട് എന്നാണ്. നേമത്തേക്കാൾ കൂടുതൽ സാധ്യത കഴക്കൂട്ടത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരു വലിയ മേജർ ജമ്പ് ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ വലിയൊരു പ്രശ്നം രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഇപ്പൊ ബി ജെ പി 14.97% വോട്ടുണ്ടാക്കി എന്ന് പറയുന്നതിന് ഒരു 2-3% വോട്ട് വർദ്ധിപ്പിച്ചാൽ പോലും കാര്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിപ്പോ കിറ്റക്സിന്റെയും അതുപോലെ 2020 ഒക്കെ വന്നു ചേരുമ്പോൾ, സാബുവും ജേക്കബൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട ഒരു നാച്ചുറൽ ഗ്രോത്ത് ആണ്. ആ നാച്ചുറൽ ഗ്രോത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത്. ഇപ്പൊ അമിത്ഷാ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയത് ലോക്കൽ ബോഡിയിൽ 25% വോട്ട് പിടിക്കണമെന്നാണ്. ആ 25% എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം 25% പിടിച്ചാൽ നിങ്ങൾക്കൊരു 5-10 മണ്ഡലങ്ങളിൽ ഈസിലി നിങ്ങൾക്ക് ജയിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പിന്നെ ഒരു 30-31% എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. എത്തിക്കഴിഞ്ഞു. പക്ഷേ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി, ശോഭാ സുരേന്ദ്രൻ നേരെ വിവാദം, അങ്ങനെ മൊത്തം വിവാദങ്ങളുമായിട്ട് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണമായിട്ടൊരു തകർച്ചയുടെ വക്കിലേക്കാണ് ബി ജെ പി കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അടപടലം പാളി. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ക്രൈസ്തവ മേഖലയിലൊന്നും തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അല്ല, ഇതിന്റെ പ്രശ്നം ഇപ്പൊ ക്രൈസ്തവ വോട്ടുകളൊക്കെ കഴിഞ്ഞവണ BJP കുറച്ച് കിട്ടിയിരുന്നു. ഇപ്പൊ തൃശ്ശൂരൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വോട്ടുകളൊക്കെ അവർക്ക് കിട്ടി. അത് പക്ഷേ സുരേഷ് ഗോപിയുടെ കൂടി വോട്ടാണ്. നമുക്കിപ്പോൾ BJPയുടെ വോട്ട് എന്ന് പറയുന്നതിനേക്കാൾ സുരേഷ് ഗോപിയുടെ കൂടി വോട്ടാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ പോലും സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അതൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് നിന്ന് പോലും. അതായത് സുരേഷ് ഗോപി വന്ന് അവിടെ ഇടിച്ചു കയറി MP ആകുന്നു. MP ആകുമ്പോൾ അദ്ദേഹം അവിടെ വലിയ തോതിലുള്ള ഒരു ഇമേജ് ബിൽഡ് ചെയ്യുകയും അത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആളുകളെ ജയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. എന്താ കാര്യം വെച്ചാൽ സുരേഷ് ഗോപിയുടെ MP ആയില്ലെങ്കിൽ ശരിക്കും കുറച്ചും കൂടി വോട്ടുകൾ കിട്ടിയാൽ, പക്ഷെ MP ആയതുകൊണ്ട് തന്നെ ഉള്ള വോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി കലുങ്ക് ഗോപിയായി തീർന്നു. അത് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തിന് ലോക്സഭയിൽ അദ്ദേഹം വിജയിച്ചപ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭൂരിപക്ഷമുണ്ട്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ അതൊന്നും പ്രതിഫലിക്കില്ല. ഇപ്പൊ മണലൂരോ പുതുക്കാടോ നാട്ടിയൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10-30,000 കൂടുതൽ വോട്ടുകൾ ഉണ്ടെന്നുള്ളതല്ലാതെ കേവലം പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അല്ല, ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ CPM-ഉം LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞാൽ പോലും നാഷണൽ ലെവലിൽ ഈ LDF-ന്റെ പ്രസക്തി വല്ലാതെ താഴ്ന്നിരിക്കുന്നുവെന്നും CPM-ന് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ലെന്നും, അതേസമയം കോൺഗ്രസിന് BJPക്ക് എതിരെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെയാണ് ബലപ്പെടുത്തേണ്ടത് എന്ന് പറയുന്ന തോന്നലുണ്ട്. പക്ഷേ 2-3 സംസ്ഥാനങ്ങളിൽ മാത്രമാണല്ലോ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ എത്രയുണ്ടെന്ന് മാത്രമല്ലല്ലോ. കഴിഞ്ഞ തവണ നിങ്ങൾ അങ്ങനെ അതിനെ പറയരുത്, അതൊക്കെ തെറ്റായിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിന് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവാകാൻ പോകുമല്ലോയുള്ള അംഗബലം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല. ഇത്തവണ എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, അല്ലെ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ പറ്റൂ? അല്ല, എല്ലാവരും ജോയിൻ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഒന്നും എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ എങ്ങനെ പറയണം. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ അവർ വോട്ട് സീറ്റുകളുടെ നമ്പർ ഇരട്ടിയാക്കിയില്ലേ? 99 സീറ്റുകളിലേക്ക് എത്തിയില്ലേ? കഴിഞ്ഞ തവണ 40-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആ ഒരു കാലത്ത് മുന്നണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മുന്നണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അതിനു മുമ്പത്തെ തവണയും മുന്നണി ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ നമുക്കറിയാം SP ഒക്കെ ആയിട്ട് ചേർന്നാണ് ഭരിച്ചത്. അല്ല, SP ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന SP-യുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും TMK-യുടെയും ഒക്കെ തണലിൽ കയറി നിന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് ഇത് സാധിച്ചത്. അതല്ലാതെ കോൺഗ്രസിനും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാൻ ചിന്തിക്കുക, അതൊക്കെ വേറെ കാര്യം. നമ്മുടെ ചിന്ത, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിലേന്ത്യാ പൊളിറ്റിക്സ് സംസാരിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സീറ്റുകളുടെ നമ്പർ ഇരട്ടിയാക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ള ഒരു വാസ്തവമാണ്. അതിപ്പോൾ ഏത് അലയൻസിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇരട്ടിയാക്കി എന്നുള്ള ഒരു സത്യമാണ് ഒന്ന്. ഇനി അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് അതുപോലുമല്ല. കേരളത്തിലെ ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നാഷണൽ ലെവലിലേക്ക് ഒരു CPM-കാരനെയോ CPI-കാരനെയോ ജയിപ്പിച്ചു വിട്ടിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പകരം BJPയെ പ്രതിരോധിക്കാൻ കുറെ കൂടി കഴിയുക എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോഴും 13 കോടി വോട്ടേഴ്സ് ഉള്ള ഏക പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനാണ് കുറച്ചും കൂടി സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും യഥാർത്ഥത്തിൽ BJP തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ കുറെ പേര് BJPയിലേക്ക് വോട്ടുകൾ കൂടും, അതുപോലെ തന്നെ കോൺഗ്രസിലേക്കും കൂടും. അതിന്റെ നെറ്റ് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് എല്ലാ തവണയും കോൺഗ്രസിനാണ്. അതാണ് നമ്മൾ 2019 കണ്ടത്, 2024 കണ്ടത്. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബേസിക്കലി അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും BJP കഴിയാറില്ല. BJPയുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് കൂടിയുണ്ട്. 2016 കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് എങ്കിലും BJP നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം 2021 ഏതാണ്ട് 2.5% 4 ലക്ഷത്തോളം വോട്ടുകളും കുറയുകയാണ്. 2016 പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കിട്ടിയത് പിന്നീട് അത് നിലനിർത്തിയില്ല, അത് കുറയുകയാണ് ചെയ്തത്. ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3ാം പിണറായി സർക്കാർ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കറിയാം. അല്ല, 2016 ഓക്കെ BDJS ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ആ പിന്തുണ കൊണ്ട് മാത്രമല്ല വോട്ടുകൾ കൂടിയിട്ടുള്ളത്. ഇപ്പൊ 14.5%, 15% വോട്ടേ അന്നവർക്ക് കിട്ടിയിട്ടുള്ളൂ. പല മണ്ഡലങ്ങളും പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. ഏറ്റുമാനൂര്, വൈക്കം, മണലൂര്. അല്ല, അതാ ഞാൻ പറഞ്ഞു, അത് ആ ഒരു പിന്തുണ കൊണ്ട് മാത്രമല്ല. കാരണം 4000-5000 വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ 15%, അതായത് 2016 കിട്ടിയ ഏതാണ്ട് അതേ വോട്ടുകൾ ഇത്തവണ അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണത്തിലും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BDJSന്റെ വോട്ടുകൾ 4% ഉണ്ടായത് 1% കുറഞ്ഞെങ്കിലും ഈഴവ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ ലോക്സഭയിൽ, ഇനി നിങ്ങൾ അറിയേണ്ടത്, ലോക്സഭയിൽ അത് സ്വാഭാവികമായിട്ടും BJP ഇപ്പൊ ഏതൊരു പാർട്ടിയുടെ ഒപ്പം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയുടെ വോട്ടുകൾ കൂടി BJP വീഴും. അപ്പൊ ഞാൻ പറഞ്ഞത് അവർക്ക് ഗ്രാജുവലി ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ 15% താഴെ വോട്ട് ഉണ്ടായിരുന്ന 2016 ശേഷം 2024 ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 19.6%,
പറയുന്ന പോലെ 25-ലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ 14.7% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേപോലെ നിലനിർത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് 2021 സംഭവിച്ചത്. 2021 വോട്ട് ഡ്രാസ്റ്റിക്കലി താഴ്ന്നു എന്ന് പറഞ്ഞാൽ BJP വോട്ട് 4 ലക്ഷത്തോളം താഴ്ന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ നിലവിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ താഴ്ന്നാൽ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ മടക്കി വിളിക്കുകയും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല, രാജീവ് ചന്ദ്രശേഖരൻ മടക്കി വിളിക്കും. BJPയുടെ ഹോപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടാക്കി ക്രിസ്ത്യൻ മേഖലകളിൽ നിന്ന് കുറച്ച് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അതെന്തായാലും എന്തെങ്കിലും അത് മാത്രമല്ല, ഈ ഷോൺ ജോർജും PC ജോർജും പരസ്യമായിട്ട് സഭകളെ വെല്ലുവിളിക്കുന്നു, സഭാപിതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. അതെ, അതെല്ലാം കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇഷ്യൂ ഉണ്ടായി. കഴിഞ്ഞ ദിവസം അവരുടെ റെക്കോർഡിംഗ് പുറത്തു വന്നു. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അടപടലം പാളി. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിന്ദു ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടാത്ത ലെവലിലേക്ക് എത്തി. കാരണം എന്തുകൊണ്ടാണ്? UDFും മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചേർന്ന ഒരു ഭരണമായിരിക്കും വരാനിരിക്കുക എന്ന് ഒരു BJP അനുഭാവിയോട് പോലും പറയുമ്പോൾ അവൻ വിചാരിക്കുന്നത്, എങ്കിൽ അവരെ തോപ്പിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നോക്കുമ്പോൾ അവരെ തോപ്പിക്കാൻ വോട്ട് ചെയ്യുന്നത് ആർക്ക് വോട്ട് ചെയ്യുന്നതാണ് എളുപ്പം? കോൺഗ്രസ്, CPM വോട്ട് ചെയ്യുന്നതാണ്, LDFിന് വോട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഇവർക്ക് വോട്ട് ചെയ്തിട്ടല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ടിട്ടും എന്താണ് യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഹോപ്പും ഇത്തവണ ഇല്ലാതായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, താങ്കൾ പറഞ്ഞ പോലെ ഇവരുടെ നേതാക്കന്മാരുടെയും ഇവരുടെ പാർട്ടിയുടെയും ക്രെഡിബിലിറ്റി തന്നെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, 330 ലിറ്ററോളം വരുന്ന മദ്യം നേമത്ത് നിന്ന് ബൂത്ത് ഓഫീസിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അതുപോലെ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്യുന്നു? അവിടെ പോർട്ടിന് പണം കൊടുക്കുന്നു. ആ പണമൊക്കെ കൈയോടെ പിടികൂടിയതാണ്. ഇനി അതിൽ ന്യായീകരിച്ചിട്ട് ഞാൻ മറ്റേ മുല്ലപ്പൂ വെച്ചെന്റെ നിഴലാണ് എന്നൊക്കെ പറഞ്ഞ് നിഴലായി എന്നൊക്കെ പാട്ട് പാടാന്ന് മാത്രമല്ല, അവരുടെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകയെ, പ്രായത്തിന് മൂത്ത ഒരു പാർട്ടി പ്രവർത്തകയെ വിളിച്ചുകൊണ്ട് അപമാനിക്കുന്നു. അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ എന്ത് ധാരണയാണ് അവരെ കുറിച്ച് തന്നെ ഉണ്ടായത്? അല്ല, അത് മാത്രമല്ല, അതിനുശേഷം അവർ വന്നിട്ട് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ശരിക്കും ഗുരുതരമായ ആരോപണമാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ CPMനെതിരെ അല്ലാത്തത് കൊണ്ട് മാത്രം അത് വലിയ തോതിൽ ചർച്ച ചെയ്തില്ല. അവർ പറഞ്ഞൊരു ആരോപണം എന്താണ്? ശോഭാ സുരേന്ദ്രന് ഭീകരവാദികളുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. കൂടാതെ ഈ പറയുന്ന പോലെ ശ്രീനിവാസൻ വധക്കേസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷി മരിച്ചുപോയ കാര്യത്തിൽ പോലും ഇത്തരത്തിൽ ഉള്ളിനുള്ളിൽ നിന്ന് ചില കള്ളക്കളികൾ ഉണ്ടായിരുന്നു എന്നാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവർ പറഞ്ഞത് ഈ ആളോട് മാത്രം എന്തുകൊണ്ട് മാറാൻ പറഞ്ഞില്ല വീട്ടിൽ നിന്നാണ്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് പറഞ്ഞ പോലെ ചെവി തുള്ളിക്കൊണ്ട് ഓർക്കണം. എന്താണെന്നറിയാമോ? ഇതേ ആരോപണം പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്. അതായത് സന്ദീപ് വാര്യർ ഒരിക്കൽ ഈ പാർട്ടി വിടുന്ന സമയത്ത് പറഞ്ഞൊരു ആരോപണമുണ്ട്. വലിയൊരു പ്രശ്നമുണ്ടായി, ആക്രമിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പുണ്ടായപ്പോൾ പോലും അദ്ദേഹത്തോട് മാത്രം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, എൻ്റെ പാർട്ടിയിലെ എൻ്റെ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആജന്മ ശത്രുക്കളായി പുറത്തു നിന്ന് അഭിനയിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ പോലും സഹായം തേടുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ചത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ പ്രതികരിച്ചില്ല എന്നുള്ളതല്ല, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നമ്മുടെ മാധ്യമങ്ങൾ അത് CPMനെതിരെ അല്ലാത്തതുകൊണ്ട് വിട്ടു. CPMനെതിരെയാണ് ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താലേ ഭയങ്കര വലിയ വാർത്തയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, കാരണം അത് ശോഭാ സുരേന്ദ്രനെതിരെ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും കത്തൂല. കാരണം എന്താ? ശോഭാ സുരേന്ദ്രന് വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയയെ കൃത്യമായിട്ട് എന്താ വലിയ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് കത്തിയില്ല. യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇനി അത് മാത്രമല്ല, അടുത്ത എന്താ, മണലൂരിൽ TN പ്രതാപനെ പോലുള്ള ആള്, അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ആളുകൾ, അവർ വളരെ സൗമ്യമായി പ്രതികരിക്കുന്ന ആളുകളാണ്. അവരടക്കമുള്ള ആളുകൾ വന്നിട്ട് കിറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന വലിയ ആരോപണം ഉന്നയിച്ചു. എന്ന് പറഞ്ഞാൽ BJP കാണിക്കുന്നത് ഒരു പണക്കൊഴുപ്പാണ് എന്ന് പറയുന്ന കാര്യം, ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ആളുകളാണെന്ന് പറയുന്ന ഒരു ഇമേജ് കൂടി സൃഷ്ടിച്ചതോടുകൂടി ഏതാണ്ട് കേരളത്തിൽ താൽക്കാലികമായിട്ട് BJPയുടെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമാകും. അടുത്ത തെരഞ്ഞെടുപ്പ് പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ മറന്നുകൊണ്ട് എന്ത് ചെയ്യും? ആളുകൾ 2029 ലോക്സഭാ ഇലക്ഷനിൽ വീണ്ടും BJP കൂട്ടി.